lizbeekitchenfishrecipes എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ മീൻ വറുത്ത റെസിപ്പിയാണ്. അപ്പോൾ ഈ മീൻ വറുത്തതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ സൈഡിലൊക്കെ പോകുമ്പോൾ ചില ഹോട്ടലുകളിൽ ഒരു ഈ ഫിഷ് ഫ്രൈ കിട്ടുക ഒരു പ്രത്യേക മസാലയോട് കൂടിയിട്ടാണ്. അപ്പൊ ആ ഒരു റെസിപ്പി കുറെ പേര് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ആ ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. ഈ ഒരു മീൻ വറുത്തത് മാത്രം മതി നമുക്ക് ചോറുണ്ട്. അപ്പൊ മത്സ്യ ഫിഷറീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള തിരുത എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. തിരുത മീൻ വെച്ചിട്ട് മാത്രമല്ല, നമ്മുടെ നെയ്മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആവുന്നുണ്ട്. നല്ല വലിയ ഫിഷുകളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ, നല്ല മാംസമുള്ള ഫിഷൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. തിരുത മീൻ വെച്ചിട്ട് ഞാൻ ഈ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരുടെ സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഇല്ല. അപ്പൊ അവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഈ ഒരു ഹോട്ടൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ്. വേണമെങ്കിൽ ചപ്പാത്തിക്കൊക്കെ യോജിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ മീൻ വറുത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചോറിന് മാത്രം പറയാം. ഇപ്പോഴത്തെ ചപ്പാത്തിക്കോ അങ്ങനെയൊക്കെ ആ ഒരു മസാല ഉണ്ടാവും. അപ്പൊ ആ ഒരു മസാലയുടെ കൂടെ നമുക്ക് ചപ്പാത്തി പോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യാം. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കൊണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ മത്സ്യ ഫിഷറീസിൽ നിന്ന് 1 kg ഫിഷ് കൊണ്ടുവന്ന് ഞാൻ വറുക്കാൻ പറ്റുന്ന പീസ് നോക്കിയിട്ട് ഒരു 10, 12, 13 പീസോളം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മസാലകൾ വേണം. ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ വെളുത്തുള്ളി, നല്ല ജീരകം അല്ല പെരുംജീരകം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, മഞ്ഞള്, മുളക് പൊടി, വേപ്പില, പിന്നെ സോൾട്ടും വെളിച്ചെണ്ണയാണ് വേണ്ടത്. അപ്പൊ പെരുംജീരകം 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയിലെ കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്ത് വെച്ചത്. അത് 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി മിക്സിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂണോളം നല്ല മുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 2-3 തണ്ട് കറിവേപ്പില, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ചെറിയ ഉള്ളി ഒരു 10-16 എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി തന്നെയാണ്. അപ്പൊ അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ ഒരു തുടം എടുത്തിട്ടുണ്ട്. അതും പീൽ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ഞാൻ പറയാൻ മറന്നത് വിനീഗറാണ് കേട്ടോ. വിനീഗർ ഒരു 2 ടേബിൾ സ്പൂണോളം അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നേരത്തെ തന്നെ ഞാൻ ഈ മീനൊക്കെ കഴുകിയിട്ട് അതിൽ കുറച്ച് ഉപ്പൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുനാരങ്ങ നീരും. അപ്പൊ വളരെ കുറച്ച് ഉപ്പ് മാത്രമാണ് ഞാൻ ഈ മസാലയിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോണത് കേട്ടോ. നിങ്ങൾ മീനിൽ ഉപ്പൊന്നും തിരുമ്പി വെച്ചിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ഇതിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഈ മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ മണാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും വേപ്പിലയും എല്ലാം കൂടിയിട്ടുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, നല്ല സ്മെല്ലാ. അപ്പൊ ഈ മസാല ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്, ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മിക്സിയിലെ കപ്പ് കഴുകിയിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ മസാല ഒന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന്ന് പകുതിയോളം മസാല എടുത്തിട്ട് നമുക്ക് ഈ ഫിഷിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം.
ഇനി ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് വെച്ചോ, അത് പ്രശ്നമില്ല കേട്ടോ. നമുക്ക് നേരത്തെ തന്നെ വിനീഗറും സംഭവങ്ങളൊക്കെ ചെയ്ത കാരണം വേറൊരു മസാല കൂടി കൂട്ടാനുള്ളത് കൂടിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങള് ഓരോന്നായിട്ട് ഇട്ടു. അപ്പൊ മീനിട്ടിട്ട് ബാക്കിയുള്ള ചെറിയ മസാലകളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ മീനിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മസാലയൊക്കെ ആയിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീനിട്ടതിന് ശേഷം എന്തായാലും ഒരു 3 മിനിറ്റ് അനക്കാണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിടാം കേട്ടോ. അപ്പൊ ഒരു സൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഒന്ന് മറിച്ചിടാം. അപ്പൊ ഈ സൈഡും ഫ്രൈ ആയി കേട്ടോ. അപ്പൊ നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പകുതി മസാല, ഈ മസാല നമ്മൾ ആഡ് ചെയ്യാൻ പോകും. ഇനി ഇത് നന്നായിട്ട് ഈ മസാല ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരണം. അപ്പോ പ്രിൻസേട്ടൻ പറയുന്നത് ഈ സംഭവം ചെയ്യുമ്പോ തെറിക്കുകയാണല്ലോ പറയുന്നത്. ഈ സ്റ്റവിന്റെ മേലൊക്കെ ചെറുതായിട്ട് തെറിക്കുമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ മസാലയൊക്കെ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമില് വെച്ചിട്ട് മാത്രം ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ പൊട്ടിത്തെറിയാവും. അപ്പൊ ഈ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പാകത്തിന് ഇത് മൊരിഞ്ഞു കിട്ടും ചെയ്യും. ഇവിടെ അധികം അഴുക്കുന്ന ആവില്ല, എന്നാലും കുറച്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എണ്ണ. അപ്പൊ ഇങ്ങനെ ഒരു 2 മിനിറ്റ് ആണ് ഞാൻ മിക്സ് ചെയ്തത്. അപ്പൊ ആ ഒരു റെഡ് കളർ മാറിയിട്ട് ഒരു ചെറിയൊരു ഷെയ്ഡ് മാറിയൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ച മീൻ പീസുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഈ മസാലയിൽ വിടുന്ന ഈ മീനും കൂടി ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഒരു 2 മിനിറ്റ് ഇങ്ങനെ മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പൊ പതുക്കെ ഒന്ന് നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി ബൗളിലേക്ക് നമ്മൾ മാറ്റുമ്പോ ഈ മീനും ഫ്രൈ ചെയ്ത മീനും അതിന്റെ കൂടെ മസാലയും കൂടിയിട്ടാണ്
നമ്മൾ സെർവ് ചെയ്യാം. ഓക്കെ.